അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ വലിയ രീതിയിൽ ടെൻഷൻ അടിക്കേണ്ട ഒരാവശ്യമല്ല. കാരണം ഇപ്പോൾ വലിയ രോഗം തന്നെ ആണെങ്കിലും മാക്സിമം എന്ത് സംഭവിക്കുക, ഒരാൾ മരണപ്പെടും എന്നുള്ളതാണ്. മരണപ്പെട്ടാൽ എന്താ പ്രശ്നം? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വിശ്വാസം ഈ ലോകം ശാശ്വതമല്ല. മരണാനന്തര ജീവിതമാണ് ശാശ്വതമായ ജീവിതം. ഈ ലോകത്ത് നന്മ ചെയ്ത ആളുകൾക്ക് അവിടെ ഏത് രൂപത്തിലും അവർ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ജീവിക്കാൻ കഴിയുന്നുള്ളതാണ്. ഇവിടെ ഒരുപാട് പരിമിതികളുണ്ട്. പക്ഷേ പരലോകത്ത് ഒരു പരിമിതിയുമില്ലാതെ ജീവിക്കാൻ കഴിയുന്നാണ് വിശ്വാസികൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു അസുഖം വരുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാൾക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ കാലിൽ ഒരു മുള്ള് തറച്ചാൽ പോലും അവൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് അസുഖം വരുമ്പോൾ നമ്മൾ പ്രയാസപ്പെടും, വേദന ഉണ്ടാകും, ഒക്കെ അനുഭവിക്കേണ്ടി വരും. പക്ഷെ അത് അനുഭവിക്കുമ്പോഴും നമ്മുടെ പാപങ്ങൾ ഓരോന്നായി അള്ളാഹു നമുക്കിങ്ങനെ കുറച്ച് കുറച്ച് തരാണ്. അപ്പോൾ ഇവിടെ ഭൗതികമായ ലോകത്ത് നമുക്ക് കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാകും. പക്ഷെ ഭൗതിക ജീവിതമല്ല നമ്മുടെ യഥാർത്ഥ ജീവിതം. മരണാനന്തര ജീവിതമാണ് യഥാർത്ഥ ജീവിതം എന്നാണ് നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു അസുഖം വരുമ്പോൾ നമ്മളത് ഒരു പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ പരീക്ഷണത്തിൽ വിജയിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഒരു അസുഖം വരുമ്പോൾ അതിൻ്റെ പേരിൽ ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, അതിനു വേണ്ടി കരയേണ്ട ആവശ്യമില്ല. നമുക്ക് നല്ല നമ്മുടെ അടുത്തുള്ള ആളുകൾക്ക് വരെ അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അള്ളാഹുവിൻ്റെ ഒരു നടപടിക്രമമാണ്. ഈ ഒരു പരീക്ഷണത്തിൽ വിജയിക്കുകയാണ് വേണ്ടത് എന്ന ചിന്തയാണ് നമുക്കൊക്കെ ഉണ്ടാകേണ്ടത്.